ഞാൻ ആദ്യം തന്നെ ഒരു ചെറിയ വീഡിയോ കാണിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള വ്യക്തിയായിരിക്കും, ഒരുപക്ഷെ പരിചയമില്ലാത്ത ആളും കൂടി ആയിരിക്കാം. ആരൊക്കെ ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ് നോക്കാം നമുക്ക് ആദ്യം. താമസിയാതെ ആ പ്രദേശത്ത് തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ശ്രദ്ധയിൽപ്പെട്ട അദ്ദേഹം തൈകൾ നട്ടുപിടിപ്പിക്കാനും ഭൂമി നന്നാക്കാനും നാട്ടുകാരെ നിയോഗിച്ചു. തൊഴിലാളികൾക്ക് പണം കിട്ടാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ദാരിദ്ര്യത്തിൽ നിന്നും ആശ്വാസമായി. ജോലിക്കാരുടെ കൂടെ കൃഷി ചെയ്യുകയും ധാരാളം തൈകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. മരങ്ങളെ പരിപോഷിപ്പിക്കുന്നതിന് തുടക്കത്തിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കൂട്ടരും താമസിയാതെ തൻ്റെ സ്ഥലത്ത് ഒരു കിണർ കുഴിക്കാൻ തീരുമാനിച്ചു. പക്ഷേ എത്ര പേർക്കാളെ മനസ്സിലായി? ഒന്ന് കൈപോകാമോ? എനിബഡി ഗസ് ചെയ്യാമോ? ഇദ്ദേഹം ഒരു സാധാരണ കർഷകനാണ്, ഒരു പ്രവാസിയായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തെ പറ്റി ആരും അറിയില്ല. 1977 അദ്ദേഹം 5 ഏക്കർ പാറ വാങ്ങിയത്. ശരിക്കും കരിങ്കൽ കോറിക്ക് പറ്റിയ പാറ. ആ കരിങ്കൽ കോറിക്ക് പറ്റിയ പാറയിൽ 600ഓളം മരത്തൈകൾ, ഈരുൾ, വീട്ടി പോലെയുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു. ആൾക്കാർ ആ നാട്ടിലെ നാറാണത്ത് ഭ്രാന്തനായി പരിഹസിച്ചു. പക്ഷെ ഇന്ന് ആ 5 ഏക്കർ പാറ, പിന്നെ 10 ഏക്കർ, ഏതാണ്ട് 28 ഏക്കറുള്ള സ്ഥലം വാങ്ങി. അത് മുഴുവൻ പാറയായിരുന്നു, പരിസര പാറകൾ. ഇന്ന് ആ സ്ഥലം അറിയുന്നത് അദ്ദേഹത്തിൻ്റെ പേരിലാണ്, കരീം ഫോറസ്റ്റ്. അബ്ദുൽ കരീം എന്ന് പറഞ്ഞ വ്യക്തിയാണത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പാറയിൽ ആദ്യ വർഷം 600ഓളം മരം നട്ടുവെക്കാൻ ശ്രമിക്കുമ്പോൾ എന്തായിരിക്കും ആളുകൾ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടാവുക? ആ കിറുക്കൻ, ഭ്രാന്തൻ, ഇതന്നെ വിളിച്ചത്. പക്ഷെ ഇന്ന് നിങ്ങൾ യൂട്യൂബിൽ കരീം ഫോറസ്റ്റ് ടൈപ്പ് ചെയ്ത് ഗൂഗിൾ ചെയ്താൽ ഇയാളെ വീഡിയോ കാണാം. ഒരുപാട് വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ അതിന് താഴെ കമൻസ് കാണാം. ആ കമൻസ് വായിച്ചു നോക്കിയാൽ അതിൽ കാണാം ജീനിയസ്. ജീനിയസ് മാത്രമല്ല, അതിൽ കാണാം ഇയാളെ നമ്മുടെ കേരളത്തിൻ്റെ കൃഷി മന്ത്രിയാക്കണം. വെറും ഒരു പാറ, ആർക്കും പ്രയോജനം ചെയ്യാത്ത പാറ, അല്ലെങ്കിൽ കരിങ്കൽ കോറിക്ക് മാത്രം ഉപയോഗപ്പെടുത്താൻ സാധ്യതയുള്ള പാറ, അവിടെ കൃഷി ചെയ്ത് അത് വിജയിപ്പിക്കാൻ അദ്ദേഹത്തിന് ഒരുപാട് വർഷം ആവശ്യം വന്നു. പക്ഷേ ഇന്നും ആ ഒരു സ്ഥലം, 32ഓളം ഏക്കർ സ്ഥലം ഇപ്പോഴെന്ന് പറയുന്നു. അതിൽ അല്പസ്ഥലം ഇപ്പോഴും ബാക്കിയുണ്ട് കൃഷി ചെയ്യാതെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു രഹസ്യമാണ്. പാറയും കൃഷി ചെയ്താൽ നല്ല ഫലമുള്ള മണ്ണാക്കി മാറ്റാൻ കഴിയും. ഭൂമിയുടെ അടിയിൽ വെള്ളമില്ലാത്ത പ്രദേശത്ത് മരം നട്ടുപിടിപ്പിക്കുന്നതിലൂടെ വെള്ളത്തിൻ്റെ ഫ്ലോ ഉണ്ടാകും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആദ്യം കൃഷി ചെയ്തു എന്നുള്ള ഒരു കാര്യം അദ്ദേഹം ചെയ്തപ്പോൾ ജനങ്ങൾ മുഴുവൻ അദ്ദേഹം വിഡ്ഢിയാക്കി, ഭ്രാന്തനാക്കിയെങ്കിൽ ഇപ്പം ലോകം മുഴുവൻ അദ്ദേഹത്തെ ആദരിക്കാൻ ശ്രമിക്കുകയാണ്. പലപ്പോഴും നമ്മളിന്ന് മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നറിയോ, നമ്മൾ അക്യുപങ്ക്ചറിസ്റ്റുകളാണ്. നെക്സ്റ്റ് ഫോട്ടോ. പാറയുടെ താഴെ വെള്ളമുണ്ടെന്ന് ഒരു കർഷകന് മനസ്സിലാക്കി ആ പാറപ്പുറത്ത് കൃഷി ചെയ്തപ്പോൾ അവിടെ പൊന്നു വിളയുന്ന മരങ്ങളും അതൊരു കാടുമായി മാറിയെങ്കിൽ, മനുഷ്യർക്കാർക്കും അറിയാത്ത മനുഷ്യരുടെ രഹസ്യം അറിയുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും. അക്യുപങ്ക്ചർ മെറിഡിയൻ അല്ലേ, ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കോൺവെക്കേഷൻ ഉണ്ട്. ഇതിനു മുമ്പേ അക്യുപങ്ക്ചർ പഠിച്ച വിദ്യാർത്ഥികൾ ഒക്കെ ഉണ്ടെന്ന് റഫീഖ് മാഷ് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ശരീരത്തിലുള്ള അക്യുപങ്ക്ചർ മെറിഡിയൻ, അക്യുപങ്ക്ചർ പോയിന്റുകൾ, ആ പോയിന്റുകളുടെ സവിശേഷതയെ പറ്റി കൃത്യമായി നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യരത്തിലുള്ള ഏത് രോഗത്തെ സുഖപ്പെടുത്താൻ കഴിയുന്ന ഒരു ചികിത്സയാണ് അക്യുപങ്ക്ചർ. സിംഗിൾ പോയിന്റ് അക്യുപങ്ക്ചർ എന്നുള്ളത് ഡോക്ടർ ഫസൽ റഹ്മാൻ കണ്ടെത്തിയെങ്കിൽ, ആ കണ്ടെത്തിയത് മനുഷ്യരത്തിലുള്ള ഒരു രഹസ്യമാണ്. കണ്ടെത്തലുകൾ, കണ്ടുപിടുത്തങ്ങൾ, 2 കാര്യമുള്ളൂ അല്ലേ? ഇപ്പം നമ്മൾ വിമാനം കണ്ടുപിടിച്ചു, അലോപ്പതിയിലുള്ള പല സർജറിയും കണ്ടുപിടിക്കലുകളാണ്. പക്ഷേ ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണപ്പോൾ അത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കണ്ടുപിടിച്ചതോ കണ്ടെത്തിയതോ? ആദ്യമേ ഇല്ലാത്ത ഒരു പുതിയ സാധനം കണ്ടുപിടിച്ചതാണോ? അല്ല, ആദ്യമേ ഉള്ളത് തന്നെയാണ്. അദ്ദേഹം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പേര് കൊടുത്തു. ഇതേപോലെ നമ്മൾ ഓരോ അക്യുപങ്ക്ചറിസ്റ്റുകളും, നമ്മൾക്കറിയാം ഭൂമിയിലെ മുഴുവൻ മനുഷ്യരിടത്തിലും കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത അക്യുപങ്ക്ചർ മെറിഡിയൻ ഉണ്ട്. അതിൽ അക്യുപങ്ക്ചർ പോയിന്റുകളുണ്ട്. ആ അക്യുപങ്ക്ചർ പോയിന്റുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഒരു അക്യുപങ്ക്ചറിസ്റ്റിന് ഒരു രോഗി അനുഭവിക്കുന്ന വൈവിധ്യങ്ങളായ രോഗങ്ങൾ, ആ വൈവിധ്യങ്ങളായ രോഗങ്ങൾക്ക് ഏതോ ഒരു പോയിന്റിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ, ആ ഒരു പോയിന്റിൽ മാത്രം ഉപയോഗപ്പെടുത്തി ചികിത്സിച്ചാൽ
എല്ലാ രോഗങ്ങളും അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങളെ, അതിൻ്റെ പ്രവർത്തനങ്ങളെ, അതിൻ്റെ ജീവനെ കൃത്യമായി ഉത്തേജിപ്പിക്കുന്ന മുഴുവൻ പോയിന്റുകളും ഒരൊറ്റ പോയിന്റിൽ ചികിത്സിക്കുന്നതിലൂടെ അതിൽ എഫക്റ്റ് ഉണ്ടാകുന്നു, അതിലൂടെ രോഗം സുഖപ്പെടുന്നു എന്ന രഹസ്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്നല്ല കേരളത്തിലെ ഓരോ അക്യുപഞ്ചർ ചികിത്സകർക്കും അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും. ദോസ് ഹൂ നോസ് ഇൻവിസിബിൾ ദേ ക്യാൻ ഡു ഇമ്പോസിബിൾ എന്നുള്ളത് സാധാരണ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ഒരു പഴയ ഇംഗ്ലീഷ് പ്രോവർബാണ്. എന്താണ് നമ്മളെ സംബന്ധിച്ച് ഇൻവിസിബിൾ ആയിട്ടുള്ള കാര്യം? മനുഷ്യൻ്റെ ജീവൻ. മനുഷ്യൻ്റെ ജീവൻ്റെ നിയന്ത്രണങ്ങളെ, ആ ജീവൻ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളെ, അതിനെ സുഖപ്പെടുത്താൻ അറിയുന്ന അക്യുപങ്ക്ചർ പോയിന്റുകളെ അത് കൃത്യമായി ചികിത്സിച്ച് രോഗം സുഖപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളതാണ് നാം പഠിച്ച രഹസ്യം. ഈ രഹസ്യം കൃത്യമായി ഉപയോഗിക്കുമ്പോൾ ഒരൊറ്റ പോയിന്റിൽ ചികിത്സിച്ചാൽ മതി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സിംഗിൾ പോയിന്റ് അക്യുപങ്ക്ചറിൻ്റെ കൺസെപ്റ്റ്. ഒരൊറ്റ പോയിന്റ് കൊണ്ട് ഏതെല്ലാം പോയിന്റുകളിൽ, ഏതെല്ലാം ശരീരത്തിൻ്റെ രോഗങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ സുഖം ഉണ്ടാക്കിയെടുക്കാൻ, അസുഖം മാറാൻ, അസ്വസ്ഥതകൾ മാറാൻ, പ്രയാസങ്ങൾ മാറാൻ എന്ത് ചെയ്യണമെന്ന് കൃത്യമായ ഒരു അക്യുപങ്ക്ചറിസ്റ്റ് മനസ്സിലാക്കിയാൽ അയാളുടെ ചികിത്സ അത്ഭുതമായിരിക്കും, അയാളുടെ ചികിത്സ കാഴ്ചക്കാരന് കൗതുകമായിരിക്കും. ഇങ്ങനെ ഒരു കൗതുകം തന്നെയായിരുന്നു ഡോക്ടർ ഫസൽ റഹ്മാൻ, സിദ്ദിഖ് ജമാൽ ഇവർ കണ്ടെത്തിയത്. കണ്ടുപിടിച്ചതല്ല, കണ്ടെത്തിയത്. കണ്ടുപിടുത്തവും കണ്ടെത്തലും അല്ലേ, ഡിസ്കവറി ആൻഡ് ഇൻവെൻഷൻ രണ്ടാണ്. നിലവിൽ മനുഷ്യ ശരീരത്തിലുള്ള രഹസ്യം കണ്ടുപിടിച്ചു അല്ലെ, കണ്ടെത്തി. അതിനെ ഇങ്ങനെ ഉപയോഗിച്ചാൽ 5000 വർഷങ്ങൾ പഴക്കമുള്ള അക്യുപഞ്ചർ ചികിത്സ, അക്യുപഞ്ചർ മെറിഡിയൻ, ആ കാലത്ത് അല്ലെങ്കിൽ പഴയ കാലത്ത് ചൈനീസ് പ്രോവർബിൽ കാണുന്ന പ്രധാനപ്പെട്ട വാക്കാണ് 1 point can cure more than 10,000 ഡിസോർഡർ. ഒരൊറ്റ പോയിന്റ് ചികിത്സിച്ചാൽ എല്ലാ രോഗങ്ങളെയും അല്ലെ 10,000 രോഗങ്ങളെ സുഖപ്പെടുത്താൻ സാധിക്കും എന്ന ഒരു ചൈനീസ് പ്രോവർബ് അത് സത്യമാണെങ്കിൽ ആ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായി ഡോക്ടർ ഫസൽ റഹ്മാനും സിദ്ദിഖ് ജമാൽ നടത്തിയ ഗവേഷണം, ആ ഗവേഷണത്തിന് അനന്തരഫലമാണ് സിംഗിൾ പോയിന്റ് അക്യുപങ്ക്ചർ അല്ലെങ്കിൽ ഇന്ത്യൻ അക്യുപങ്ക്ചർ ചികിത്സ. ഒരുപക്ഷെ 1970, 80, 90 കാലങ്ങളിലൊക്കെ തന്നെ കേരളത്തിലും ഒട്ടേറെ സ്ഥലങ്ങളിൽ അലോപ്പതി ഡോക്ടർമാർ അക്യുപങ്ക്ചർ ചികിത്സ ഉപയോഗിച്ചിട്ടുണ്ട്. മൾട്ടി നീഡിൽ അക്യുപങ്ക്ചർ, ഇലക്ട്രിക് അക്യുപങ്ക്ചർ, ഇങ്ങനെ പലതും ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ തിരൂരിൽ തന്നെ BP അങ്ങാടിയിൽ ഒരു പ്രഗത്ഭനായ അലോപ്പതി ഡോക്ടർ വർഷങ്ങളായി സ്ട്രോക്കൊക്കെ വന്ന ആളുകൾക്ക് അക്യുപങ്ക്ചർ ഉപയോഗിച്ച് അവർക്ക് ചികിത്സ ചെയ്ത് ഒരു പ്രയോജനവുമില്ലാത്ത ചികിത്സ എന്ന് തള്ളിക്കളഞ്ഞ ഈ വൈദ്യശാസ്ത്രമാണ് പിന്നീട് ഡോക്ടർ ഫസൽ റഹ്മാനും സിദ്ദിഖ് ജമാലും അവരുടെ അന്വേഷണത്തിലൂടെ ഈ ഒരു രീതിയിൽ ചികിത്സിച്ചാൽ രോഗം സുഖപ്പെടും, ഒരൊറ്റ പോയിന്റിൽ ചികിത്സിക്കുന്നതിലൂടെ മുഴുവൻ അക്യുപങ്ക്ചർ പ്രവർത്തനങ്ങൾ, രോഗത്തിൻ്റെ സ്വാധീനിക്കുന്ന മുഴുവൻ ഘടകങ്ങളെയും അത് കൃത്യമായി സുഖപ്പെടുത്താൻ സാധിക്കും എന്ന ഒരു കാര്യം കണ്ടെത്തിയത്, അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അത് ഫോളോ ചെയ്തുകൊണ്ട് ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലും വളരെ സാവധാനമായി മലേഷ്യ, അതുപോലെ ദുബായിയുടെ പല പ്രദേശങ്ങളിലൊക്കെ തന്നെ, അറബ് രാജ്യങ്ങളൊക്കെ തന്നെ ഈ ചികിത്സ പഠിച്ച് പലരും ഇത് ചികിത്സക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾക്കിതിനെപ്പറ്റി ശരിയായ ധാരണയില്ല, നമുക്ക് തന്നെ വിശ്വാസമില്ല, നമുക്ക് തന്നെ ഉറപ്പില്ല, നമ്മൾ സംശയത്തിലാണ് അല്ലേ. ഒരു പാറ തുറന്ന് 600ഓളം മരം ആദ്യം വെച്ച അബ്ദുൽ കരീം എന്ന് പറയുന്ന കർഷകന് ഭൂമിയെപ്പറ്റി, മണ്ണിനെപ്പറ്റി, മണ്ണിൻ്റെ അടിയിൽ ഒഴുകുന്ന വെള്ളത്തെപ്പറ്റി ധാരണയുണ്ടെങ്കിൽ ഒരു അക്യുപങ്ക്ചർ പഠിച്ച ഒരു അക്യുപങ്ക്ചറിസ്റ്റിന് അക്യുപങ്ക്ചർ പോയിന്റുകളുടെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും പറ്റി ധാരണയില്ല എന്നുള്ളത് വലിയ കഷ്ടമാണ്. തീർച്ചയായും നിങ്ങൾ ഓരോ അക്യുപങ്ക്ചറിസ്റ്റുകളും ഈ ചികിത്സയെ കൃത്യമായി അറിയാനും അത് ഉപയോഗപ്പെടുത്താനും സാധിക്കണം.